വേണ്ട വേണ്ട, ശാന്ത വന്നോളൂ. സൂക്ഷിച്ച്. ശാന്തേ, എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. ശാന്തിയോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുകയായിരുന്നു. എന്താ? ഏതായാലും നമ്മളിപ്പോ ബന്ധുക്കളല്ലേ? ഞങ്ങളെ ബന്ധുക്കളായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? കഴിഞ്ഞതെല്ലാം മറക്കൂ ശാന്തി. പിന്നെ ബാലൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കല്ലേ? ശാന്തി നിൽക്കൂ. നിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് വളരെ സഹതാപമുണ്ട്. നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹവുമുണ്ട്. നീ ആ ചൂളക്കാരനെ മറന്നേക്കൂ. നീ എന്നെ ആട്ടിയില്ലേ? ഇത് ആരംഭമാണ്. എന്തുവേണം? ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ വന്നതാണ്. അവൾ കുടവും തല്ലിപ്പൊട്ടിച്ച് എന്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളിന് നിന്റെ വീട്ടിലേക്ക് വരില്ല. വേണമെന്നില്ല. ഞാൻ ക്ഷണിക്കാനുമല്ല വന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തേക്കാൻ അവളോട് പറയണം. മാലേ, മാലേ. എന്താ കുഞ്ഞെ? മാലേ, നീ ബാലേട്ടനെ കാണാറുണ്ടോ? ഉണ്ടല്ലോ, ഇന്നലെയും കണ്ട്. എന്ത് പറയാനാ മാലേ, വീട്ടിലെനിക്ക് രണ്ടാം കല്യാണത്തിന് ആലോചന നടത്തുന്നു. ബാലൻ കുഞ്ഞുമായിട്ടുള്ള ബന്ധം തീർക്കാതെ എങ്ങനെ ഇനി ഒരു കഥ നടത്തുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തീർത്താലും തീരുകില്ല മാലേ. ആരൊക്കെ വെറുത്താലും ഞാൻ അദ്ദേഹത്തെ വെറുക്കില്ല. ആളൊരു ചൂടിനാണെങ്കിലും നല്ലവനാ. ബാലേട്ടന്റെ മനസ്സൊന്ന് മാറിക്കിട്ടാനാ ഞാൻ ദിവസവും അമ്പലത്തിൽ പോകുന്നത്. കുഞ്ഞ് സമാനപ്പെടും. ഈ പിണക്കൊക്കെ മാറും. ബാലൻ കുഞ്ഞൊന്ന് കുഞ്ഞിനെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യും. ഞാൻ പോട്ടെ. നീ അറിയൊന്നും പറയണ്ട. നീ കാര്യങ്ങളും പറയണം. ഈ കുടുംബത്തിനോട് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥമുണ്ടെന്ന് വരും. പാച്ചുകാരോട് ചോദിച്ചു നോക്കണം. ആത്മാർത്ഥം ഇല്ലെങ്കിൽ സുരേന്ദ്രൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയാൻ അവൻ ആരെ പിണ്ണം പറ്റാലും ശരി എന്റെ മകനെ അങ്ങോട്ട് അയച്ചില്ല. അയച്ചില്ലെങ്കിൽ അവൻ വേറെ പെണ്ണിനെ കിട്ടും. അങ്ങനെ മകൻ ഇവിടെ ഇരുന്ന് കണ്ണീര് കുടിക്കുകയും ചെയ്യും. അത് ഞാൻ സഹിച്ചോളാം. വന്ന മാനക്കേടൊന്നും പോരാഞ്ഞിട്ടാണോ ചേട്ടൻ വീണ്ടും വാശി പിടിക്കുന്നത്? വിനാശകാലെ വിപരീത പാറ്റുനാളാക്കിയത് എന്റെ മുഖത്താക്കിയത്. നിന്നെ ചേർത്ത് തന്നെ ആക്കിയത്. നീ ഇവിടെ മരുന്നൊക്കെ എനിക്ക് കോലിവെക്കാൻ കണക്കായി പോയി. പണ്ട് കൂട്ടുകൃഷി എന്ന് പറഞ്ഞ അച്ഛനെ പറയുന്നത് അയാളെ കുത്തുപാട് അനുഭവിച്ചവരാണ്. എവിടെ വച്ച് തന്നെ കണ്ടാലും കോലി വെക്കണം പറഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ കേശവം പോകുന്നു. ചെവി വിളിച്ചോ? ആ ബിരിയാണി ഉള്ളി. എവിടെ പോയിട്ട് വരിക? കരി വാങ്ങാൻ പോയതാടി. ആ, കരയും കക്കമഴയും നടന്നാ മതിയല്ലോ. എന്താടി? ശാന്ത കുഞ്ഞിന് രണ്ടാം കല്യാണം നടക്കാൻ പോവുക. രണ്ടാം കല്യാണം? ആ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം. എന്തോ കാണാനാ? കുഞ്ഞാ പെങ്കൊച്ചിനെ കൊണ്ട് കളഞ്ഞിരിക്കയില്ലേ? ഞാൻ കളഞ്ഞാന്നോടി? അവരെ ഒന്ന് വിളിച്ചോണ്ട് പോയതല്ലേ? അതിനെ തല്ലിട്ടല്ലേ അവർ വിളിച്ചോണ്ട് പോയത്? തല്ലിയെങ്കിൽ കണക്കായി പോയി. ആ, അതുകൊണ്ട് തന്നെ ഒരു വേറെ കെട്ടിച്ചിടാൻ പോകുന്നത്. ചോണയുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടേ. ഷേടാ, പട്ടിപ്പുല്ല് തിന്നിയേയില്ല, പശുവിനുണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. നിർത്തടി. ഞാനേ ആരുടെ ഇരുത്തില്ലല്ലേ കിടക്കുന്നത്. അവിടെ ആങ്ങളെ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നടക്കുക. നമുക്ക് കാണാം ആരാ മാപ്പ് പറയുന്നത്. എന്തൊരു ജന്മമാ. താലി കെട്ടിയവൻ ആരായിരുന്നാലും അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോവില്ല. അതൊരു വീടാണോ? എടി, ചെന്ന് കയറിയിടം കൊലമാടമാണെങ്കിലും അവിടെ ജീവിക്കാൻ പഠിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല. ഈ വീട്ടിലെ എച്ചിച്ചോറ് തിന്ന് കഴിഞ്ഞ ഒരുത്തിനെ ഞാൻ എന്റെ ഭർത്താവെ അംഗീകരിക്കില്ല. അവരധ്വാനിച്ചുണ്ടാക്കുന്ന ചോറ് നമ്മളാണടി ഉണ്ണുന്നത്. അവൻ എന്താ ഒരു കുറവ്? ഞൊണ്ടിയാണോ? കുരുടനാണോ? പണമില്ലെങ്കിലും അവൻ പൗരുഷമുള്ളവനാണടി. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. നീ പോകണ്ട. പക്ഷെ അവൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തി കിടക്കുന്നത്. നിനക്ക് അവനെ അത്രയ്ക്ക് വലിയ വെറുപ്പാണെങ്കിൽ ആ താലി പൊട്ടിച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ അവിടെ വന്ന് താമസിക്കും. അമ്മേ, ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ആരും അറിയാതെ അത് തുടർന്നുകൊണ്ട് പോകാനാണ് നിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ സുരേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് നീ ഈ വീട്ടിൽ വന്ന് താമസിക്കില്ല. നിനക്ക് മറ്റാരുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാതിരിക്കില്ല.
നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ? വന്നു. നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ? പോയി. കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ചെറുക്കൻ വന്ന് നിന്നെ കണ്ടില്ലേ? കണ്ടു. നീ ചെറുക്കനെയും കണ്ടില്ലേ? ഞാൻ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരടിയാണ് അവൻ അടിച്ചത്. ഇവൻ മനുഷ്യനാണോ? നീ എന്തിനാ അവന്റെ തല്ലുകൊണ്ട് ചാകുന്നത്? നോക്കൂ, നിനക്ക് ഞാനുണ്ട്. നിൽക്കൂ. എങ്ങോട്ട് പോകുന്നു? നിനക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോ കയറി വരാനുള്ള വഴിയമ്പലമല്ല എന്റെ വീട്. എന്റെ ഭാര്യയായിട്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഈ വീട്ടിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോയിക്കോ. എന്റെ ഭഗവതി, എത്ര കല്യാണാലോചന വന്നു, ഒരെണ്ണമെങ്കിലും നടക്കുന്നില്ലല്ലോ. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അച്ഛാ എല്ലാരും പറയുന്നേ. ശരിയാടി, നിന്നെ വളഞ്ഞിരിക്കുന്ന ചൊവ്വ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവനൊരു പിടി പിടിക്കുന്നുണ്ട്. അയ്യോ അച്ഛാ, അതാരാ വരുന്നേ? ഒരു കുടക്കീഴിലല്ല, ഒരു കൂരയുടെ കീഴിൽ ഞങ്ങൾ കഴിയാൻ പോവാ. ഞാൻ ഈ മാരപ്പിള്ളിനെ വിവാഹം കഴിക്കാൻ പോകും. വിവാഹം? വെറും വിവാഹമല്ല, മിശ്ര വിവാഹം. അയ്യോ മഹാഭാവം. എന്താ പാവം? കുറിപ്പങ്ങനെ ഇഷ്ടമാ. എനിക്ക് മാല ഇഷ്ടമാ, അതുകൊണ്ടാണ് ഞങ്ങൾ മിശ്രിക്കാൻ പോകുന്നത്. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഗേനും കുറിപ്പങ്ങനും കൂടി നടത്തും. നിങ്ങൾ എന്തോ ചെയ്യും? എന്ത് ചെയ്യാൻ? മാല നീ പേടിക്കണ്ട. ഇയാൾ എന്ത് പറഞ്ഞാലും വീഴുന്ന ഒരു വർഗമാ. ഇയാളൊരു മൂരാച്ചി. ഞാൻ മൂരാച്ചിയായിട്ടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ മാലയെ കെട്ടിയാൽ എന്റെ മോള് കെട്ടിത്തുടിച്ചാവും. അതെന്തിനാ? എന്തിനാണ് ഈ മാലയെ? നിന്നെ കൊച്ചങ്ങന്ന് മിശ്രിക്കാമെന്ന് പറഞ്ഞ പോലെ എന്റെ മോളെ കൊച്ചങ്ങന്ന് മിശ്രിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാവോ? അയ്യോ, ഞാൻ മിശ്രിച്ചിട്ടില്ല. ഇല്ലേ? ചോദിച്ചോളൂ, ഞാൻ മിശ്രിച്ചില്ല. അച്ചോളെ, ദൈവസാക്ഷിയാണ്, ഞാൻ നിരപരാധിയാണ്. അതികളെ, എന്റെ മോളും കൊച്ചങ്ങനുമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും എനിക്കറിയാം. നേരം വരട്ടെ എന്ന് വെച്ച് കാത്തിരുന്നതാണ്. കൊച്ചങ്ങൻ എന്റെ മോളെ കൊണ്ടുപോകണം. മാലേ, ക്ഷമിക്കണം. പാച്ചോള പറഞ്ഞ കേൾക്കാതിരിക്കാൻ. എന്നെ കേട്ടൂലേ? കേട്ടിയാതിന്റെ ഞാൻ കൊച്ചങ്ങൻ എന്റെ മോൾ. പാച്ചുള്ള അല്ല, പാച്ചുള്ള മാവാ വാവളിക്കണ്ട. എന്റെയും സാവിത്രിയും കൂടെ കല്യാണം നടത്താൻ വേണ്ടി മാലയും സാവിത്രിയും ഞാനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണിത്. മിശ്ര വിവാഹ നാടകം. ഞാൻ പോട്ടെ. ഒരു മാല കഴുത്തി വീണപ്പം വേറൊരു മാല പോയി. അമ്മാവാ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ ഗൃഹപ്രവേശം നടത്തട്ടെ. ഇനി മാലേ, ഇന്നെന്താ ഞാൻ നിന്നിട്ട് മുന്നോട്ട് നീങ്ങാത്തത്? ഇന്ന് ജോലിക്ക് രണ്ടുപേര് കുറവാ. രണ്ടുപേരുടെ കുറവല്ലേ ഉള്ളൂ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇറങ്ങാം. എനിക്കൊന്നും വയ്യ. വയ്യാന്നോ? ഊണ് കഴിച്ചാൽ മാത്രം പോരെ, ഈ അരിയും നെല്ലും വിളയിക്കുന്നതിന്റെ കഷ്ടപ്പാട് കൂടി അറിയണം. ഇറങ്ങാൻ ഇറങ്ങാൻ. ഇതാ, മറ്റുള്ളവർ നടന്ന പോലെ നോക്കി ശ്രദ്ധിച്ചു നട. ഇറങ്ങ ഇറങ്ങാൻ. ചെരുപ്പിക്കരുത്.
വേണ്ടേ? കഴിച്ചോളാം. നിനക്കെന്താ കുളിരുന്നോ? ഇല്ല. പനിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ അമ്മേ, എന്താ മോളെ? രാധ പാടത്തുനിന്ന് വന്ന പാടെ കയറി കിടന്നതാ. ഞാൻ ചെന്ന് തൊട്ടു നോക്കിയപ്പോ നല്ല പനി. നേരാണോ? ആ, അയ്യോ, നല്ല തീ പോലുള്ള പനിയുണ്ടല്ലോ മോളെ. ആ പുതപ്പിങ്ങെടുത്തേ. പാടത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലേ മോളെ? ഇല്ല. ഡോക്ടറെ ഒന്ന് വിളിച്ച് കാണിക്കാമായിരുന്നല്ലോ. മോളൊന്ന് പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാമോ? വേണ്ട, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ഇതൊരു ബുദ്ധിമുട്ടാണോ രാധേ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. എനിക്ക് വേണ്ടി വിളിക്കണ്ട. ഞാനിവിടെ കിടന്ന് മരിച്ചോളാം. എന്റെ അച്ഛൻ ചെയ്തതിന്റെ ഫലമല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതെല്ലാം ഈശ്വര നിശ്ചയമാ. എന്തിനാണ് ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ വരുന്നത്? മകളെ കാണാനാണെങ്കിൽ നേരെ അകത്തേക്ക് പോകും. പണം കുറവാണെങ്കിലും ഇവിടെ മനുഷ്യരാണുള്ളത്, ഹൃദയമുള്ള മനുഷ്യർ. എന്താണമ്മേ ഇത്? ചേട്ടാ, രാധയ്ക്ക് നല്ല പനിയാ. മോനെ, വേഗം പോയി ഡോക്ടറെ വിളിച്ചോണ്ട്. ശരിയമ്മേ. രാധയ്ക്ക് തീരെ സുഖമില്ല. എന്റെ ദൈവമേ, ആ കുഞ്ഞിനെ നരകത്തിൽ കൊണ്ടുവന്നിട്ട് കൊല്ലുകയുള്ളൂ. നീ വേഗം ഡോക്ടറെ വിളിച്ചോണ്ട് കാണിച്ചേ. വലിയ ഉപകാരം ഡോക്ടർ. വരണം ഡോക്ടർ. എവിടെ പോകുന്നു? രാധ കുഞ്ഞിനെ നോക്കാൻ. രാധയെ ഡോക്ടർ പരിശോധിച്ചു, മരുന്നും കൊടുത്തു. ഇത് കുറുപ്പദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടറാണ്. ആരായിരുന്നാലും ഇപ്പൊ ആവശ്യമില്ല. ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. ഡോക്ടർ വേണ്ടെന്നല്ലേ പറഞ്ഞത്? കുറുപ്പദ്ദേഹത്തിന്റെ മകളെ ചികിത്സിക്കണ്ടെന്ന് പറയാൻ നീ ആരാടാ? കുറുപ്പദ്ദേഹത്തിന്റെ മകൾ ഇപ്പൊ എന്റെ ഭാര്യയാണ്. അവൾക്ക് രോഗം വന്നാൽ ചികിത്സിപ്പിക്കാൻ എനിക്കറിയാം. അതിനാരുടെയും കാരണം എനിക്ക് ആവശ്യമില്ല. അറിഞ്ഞത് എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? ഡോക്ടർ വന്നു, പരിശോധിച്ചു, മരുന്നും കൊടുത്തു. ഇനി ഞാൻ പൊക്കോളാം. ഇവൻ കൊണ്ടുവന്ന് തല്ലിപ്പോൾ ഡോക്ടറായിരിക്കും. പനി കൂടത്തേ ഉള്ളൂ. കൂടുന്നെങ്കിൽ കൂടട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. വരണം. അച്ഛാ, വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകണം. നീ എന്താടാ പറഞ്ഞത്? വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് പോണം? എന്റെ തന്ന വരുവാടാ. എന്റെ പെറ്റമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഈ ജീവിതത്തിൽ എന്നെ നിന്റെ ഭർത്താവായി നിന്റെ മനസ്സിൽ സ്വീകരിക്കുന്നവരെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടുകയില്ല. ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇറങ്ങാം. എനിക്കൊന്നും വയ്യ. ഇറങ്ങാൻ